ഹേയ് ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ലുലു മോളിൽ പോകാൻ പ്ലാൻ ഉമ്മടുത്ത് പോയി നോമ്പ് തുറന്നാലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കേട്ടോ. ഫ്രൂട്ട്സൊക്കെ അമ്മായി കാണാൻ പോകുന്നില്ലേ, അപ്പം നമ്മൾ ഫസ്റ്റ് നോമ്പ് കാണലാണ് കേട്ടോ. അങ്ങനെ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ കുറേ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഞങ്ങളുടെ അവിടെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിറ തന്നെയാണ്. അതായത് 2-2.5 ഏക്കറോളം വരുന്ന ഒരു വലിയ ചിറയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. ഇന്നലെ അവിടുത്തെ ഉത്സവമായിരുന്നു, ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് ശനിയാഴ്ചയാണ് ഷോപ്പിൽ പോയേ പറ്റത്തുള്ളല്ലോ. അപ്പം ഞായറാഴ്ച ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിറ വരുന്നത്. 6 മീൻസ് നല്ല ഒരു ലോങ് ലെങ്തിൽ വരുന്ന വലിയൊരു 6 ടൈപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തൈക്കാവാണ് കേട്ടോ. അവിടുത്തെ തൈക്കാവാണ്. കൊച്ചുങ്ങളൊക്കെ നമ്മളെയൊക്കെ അറിയാവുന്ന കുട്ടികളാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഗേറ്റൊക്കെ തുറന്നു. ഗേറ്റൊക്കെ തുറന്നപ്പോഴത്തേക്കും ഉമ്മായും എല്ലാവരും അകത്താണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇച്ചിരി അകത്തോട്ട് കയറി പോകണം. അങ്ങനെ അകത്തോട്ട് കയറി പോവുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ വീട് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് എത്തിയപ്പോൾ ഉമ്മ അവിടെ നിന്ന് ജനലിൻ്റെ ഇടയിൽ കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് വന്നു. വീടിൻ്റെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു. ചക്കയുണ്ട്, വാട്ടർ മെലണുണ്ട്, ആപ്പിളുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവിടെ എടുത്തത് എപ്പോഴും ചിരിക്കാൻ മതിയാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും നല്ല ചിരിച്ച് നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മോളും ഞങ്ങളും എല്ലാവരും കൂടി നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ വാപ്പ പുറത്തോട്ടങ്ങാണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വാപ്പ പള്ളിയിൽ പോവുകയാണ് കേട്ടോ. ഇക്കായ കളിയാക്കിയാണ് പള്ളിയിൽ പോകുന്നില്ല. ഇക്കായ ചെറുതായിട്ടൊന്ന് കളിയാക്കി. പിന്നെ ഞാനും എൻ്റെ ഇക്കായിൻ്റെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു ഗൈസ്. നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസ് സെറ്റ് ആയിട്ടുണ്ട്. ആപ്പിള്, മുസമ്പി, ഈത്തപ്പഴം, പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുരുവില്ലാത്ത മുന്തിരി, കറുത്ത മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. പിന്നെ സമൂസ ഉണ്ടായിരുന്നു, വാഴയ്ക്കാപ്പം ഉണ്ടായിരുന്നു, കഞ്ഞി ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് ഒരുക്കി നമ്മളിങ്ങനെ ബാങ്ക് വിളിക്കുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് കേട്ടോ. പിന്നെ നമ്മുടെ ഉമ്മാടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഇക്കാടെ വീട്ടിൽ ഇനി എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഉമ്മാടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിച്ചു, ഒന്നോർത്ത് എടുത്തുകൊണ്ടാണ്. പിന്നെ ഉമ്മായി ഇരുത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തു. ഉമ്മാനോട് പറയണം അടുത്ത് വന്നിരിക്കുമോ. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോഴേക്കും മോന് ഓടി വന്നു. അപ്പോൾ അവനും കൂടി ഓടി വന്നു വീഡിയോ എടുത്തു. വീഡിയോ എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഫുഡാണ് കേട്ടോ. ഫുഡ് നമുക്ക് ചിക്കൻ പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ട്, അരിപ്പത്തിരി ഉണ്ട്, പിന്നെ നമുക്ക് പിന്നെന്തോ ഉണ്ടായിരുന്നു, ബെറോട്ട ഉണ്ടായിരുന്നു ഗൈസ്. ബെറോട്ട ഉണ്ടായിരുന്നു. ഞാൻ ഒരു 2 അരിപ്പത്തിരിയും ചിക്കൻ ഫ്രൈയും എടുത്തു. പിന്നെ ചിക്കനല്ല, ബീഫ് കറിയായിരുന്നു കേട്ടോ. ബീഫ് കറിയും കൂടി കൂട്ടി കഴിച്ചു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ നോമ്പ് തുറ. പിന്നെ നമ്മുടെ വീട്ടിലൊരു പൂച്ച ഇറങ്ങി കേട്ടോ ഗൈസ്. അങ്ങനെ ആ പൂച്ചയൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞാൻ അങ്ങ് അകത്തോട്ട് കയറി വന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോകാനൊക്കെ റെഡിയായി. ഇനി നാളെ ഷോപ്പിൽ പോകണം, ഇടയത്താഴത്തിനെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ.